മാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണെങ്കിലും മുഹറം മാസത്തെ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. മുഹറം മാസത്തിലെ നോമ്പാണ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ്. അവിടെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗിച്ച പദം ഷഹ്റുല്ലാഹി അൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. അപ്പോൾ അത് ചെറിയ കാര്യമല്ല, അള്ളാഹുവിൻ്റെ മാസം, ആ മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം എന്നുള്ള വിശേഷണം വളരെ ഗൗരവമുള്ള വിശേഷണമാണ്. അതുകൊണ്ട് ഈ മാസത്തിന് നാം അതിൻ്റേതായ പവിത്രതയും പ്രത്യേകതകളും കൽപ്പിക്കുകയും ഹറാമുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്നൊക്കെ നാം ഈ മാസത്തിൽ പ്രത്യേകിച്ചും വിട്ടുനിൽക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ മാസത്തെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഹറം മാസത്തിലെ ആഷൂറ നോമ്പാണ്. മുഹറം 10-ൻ്റെ നോമ്പാണ്. ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യഹൂദർക്കിടയിൽ അത് നിലനിന്നിരുന്നു. മക്ക മുശ്രിക്കുകൾ വരെ ഈ നോമ്പ് നോറ്റിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നോമ്പ് നോറ്റിരുന്നു, വിശ്വാസികളും നോമ്പ് നോറ്റിരുന്നു. അതിന് 4 ഘട്ടങ്ങളാണ്, അല്ലെങ്കിൽ 3 ഘട്ടങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, മക്കയിൽ വെച്ച് മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ മുഹറം മാസം നോറ്റിരുന്നു. കാരണം നമുക്കറിയാം, അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരോ മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ചവരല്ല. അവർ ഇബ്രാഹിം നബിയിലും ഇസ്മായിൽ നബിയിലൊക്കെ വിശ്വസിക്കുന്നവരും കഅബയെ സംരക്ഷിക്കുന്നവരും കഅബയുടെ ആളുകളും കഅബയെ തവാഫ് ചെയ്തവരും ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും ഒക്കെയാണ് അവർ അള്ളാഹുവിൽ പങ്കുചേർത്തു എന്നുള്ള ഗുരുതരമായ തെറ്റവർ ചെയ്തു. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലെ നോമ്പ് അവർ നോറ്റിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ നോറ്റിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ നോമ്പ് അവരുടെ കൂടെ നോൽക്കാറുണ്ടായിരുന്നു. നബി ആവുന്നതിന് മുമ്പും നബി ആയതിനു ശേഷവും സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരിക്കലും വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ റസൂല് ഇത് നോൽക്കാൻ പറയുകയോ എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത് എന്ന് പ്രവാചകനും അറിയില്ലായിരുന്നു. അങ്ങനെ നോറ്റു വരുന്ന ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോറ്റു. അള്ളാഹുവിൽ നിന്ന് വിലക്കുകളില്ലാത്തത് കൊണ്ട്, അത് തെറ്റായിരുന്നെങ്കിൽ അള്ളാഹു വിലക്കുമായിരുന്നു. ആ വിലക്കുകളില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അത് തുടർന്നു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ്. അള്ളാഹുവിൻ്റെ റസൂൽ നോറ്റിരുന്നു, പക്ഷേ സ്വഹാബികളോട് നോൽക്കാൻ പറഞ്ഞിരുന്നില്ല. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ നോമ്പ് നോൽക്കുന്നത്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് യഹൂദന്മാരും നോൽക്കുന്നതാണ്, അപ്പോൾ എന്തോ ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് പ്രവാചകന് തോന്നി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ എന്തിനാണ് ആഷൂറ നോമ്പ് നോൽക്കുന്നത്, മുഹറം 10-ൻ്റെ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ് എന്ന് പ്രവാചകൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ, ഞങ്ങളുടെ നബിയായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഫിർഔനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ആ അത്ഭുത സംഭവം നടന്നത് മുഹറം 10-നാണ്. മുഹറം 10-നാണ്. അതുകൊണ്ട് അതിനോടുള്ള സന്തോഷപ്രകടനാർത്ഥം ഞങ്ങൾ ഈ ദിവസം നോമ്പ് നോൽക്കുകയാണ്. അപ്പോൾ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നോമ്പ് നോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ആദർശം കൊണ്ട് അടുത്തത് ഞങ്ങളാണ്. കാരണം നിങ്ങൾ പല പിഴവിലുമാണുള്ളത്, പക്ഷേ ഞങ്ങളാണ് മൂസാ നബിയുടെ യഥാർത്ഥ ആ പാതയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളും ആ നോമ്പ് നോൽക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ആ ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു എന്നാണ്, ഒരു നിർബന്ധം പോലെയാണ് കൽപ്പിച്ചത്. മുഹറത്തിലെ ആഷൂറ നോമ്പ് നോൽക്കണം, അമറ എന്നാണ് പറഞ്ഞത്, കൽപ്പിച്ചു. അതൊരു ഓർഡറായിരുന്നു എന്നാണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇപ്പോൾ വിശ്വാസികളൊക്കെ മുഹറം മാസമായാൽ നോമ്പ് നിർബന്ധമായി നോറ്റിരുന്നു മദീനയിൽ വന്നപ്പോൾ. എന്നാൽ ഹദീസിൽ കാണാം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ആ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി ഇഷ്ടമുള്ളവർ മുഹറത്തിൽ നോമ്പ് നോറ്റാൽ മതി. ഇഷ്ടമുള്ളവർക്ക് നോൽക്കാം, അല്ലാത്തവർക്ക് നോൽക്കാതിരിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഖുറൈശൻ കാനത്ത് തസൂമു യൗമ ആഷൂറ ഫിൽ ജാഹിലിയ്യ. ഖുറൈശികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആഷൂറ നോമ്പ് നോറ്റിരുന്നു. സുമ്മ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിയാമിഹി ഹത്താ ഫുരിള റമളാൻ. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂലും നോറ്റിരുന്നു, സ്വഹാബികളോട് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഷാഅ ഫലിയസും, ഇഷ്ടമുള്ളവർ നോമ്പ് നോറ്റോളൂ, വമൻ ഷാഅ അഫ്തർ, ഇഷ്ടമുള്ളവർ നോമ്പ് നോൽക്കേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ ആ വുജൂബിൽ നിന്ന് അതിനെ സുന്നത്താക്കി മാറ്റി. ഇഷ്ടമുള്ള ആളുകൾക്ക് നോൽക്കാം, അല്ലാത്തവർക്ക് അത് ഒഴിവാക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ്.
വുജൂബിൽ നിന്ന് അതിനെ സുന്നത്തിലേക്ക് മാറ്റി. നാലാമത് അവസാന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ മുഹറത്തിലെ 9 കൂടി നോൽക്കും. അവിടെ അത്താസി 9 എന്ന് പറഞ്ഞാൽ ആഷൂറായെ അവഗണിച്ചുകൊണ്ടല്ല. കാരണം ആഷൂറ അതങ്ങനെ തന്നെയാണ്. കാരണം ആ ദിവസമാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഫിർഔനിൽ നിന്ന്. ആഷൂറ നോമ്പിന് അതിൻ്റേതായ മഹത്വമുണ്ട്. അതുകൊണ്ട് ആഷൂറ എന്ന് പറയുന്ന 10ാമത്തെ ദിവസത്തെ ഒഴിവാക്കിയിട്ടല്ല 9, മറിച്ച് 9 കൂടി ഞാൻ നോൽക്കും. കാരണം യഹൂദന്മാരും ആ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട്, യഹൂദരിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ വേണ്ടി. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്, സ്വഹാബികൾ പറഞ്ഞു, യഹൂദന്മാരും മഹത്വപ്പെടുത്തുന്ന ദിവസമാണല്ലോ, അവരും നോമ്പ് നോൽക്കുന്ന ദിവസമാണല്ലോ, അപ്പോൾ അവരിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ 9 കൂടി നോൽക്കും. അപ്പോൾ 9ഉം 10ഉം നോൽക്കലാണ് അതിൻ്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. എന്നാൽ 10 മാത്രം നോറ്റാലും അത് ഖൈർ തന്നെ. 9 നോറ്റ് 10 ഒഴിവാക്കുന്നത് ഖൈറല്ല. കാരണം 10ന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിയാമു യൗമി ആഷൂറ, ആഷൂറ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് മുഹറം 10 തന്നെയാണ്. അതുകൊണ്ടാണ് ആഷറ എന്ന വേർഡ് ഉപയോഗിച്ചത്. അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ദുൽഹജ്ജ് മാസം യൗമു അറഫയിൽ അറഫ നോമ്പ് നോറ്റാൽ 2 വർഷത്തെ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. മുഹറത്തിലെ ഈ നോമ്പ് കൂടി നോറ്റാൽ 3 വർഷത്തെ ചെറിയ പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ ചാൻസുകളാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഷൂറ നോമ്പ് നോൽക്കുക, മുഹറം 10ൻ്റെ നോമ്പ് നോൽക്കുക. സാധിക്കുന്ന ആളുകൾ 9ഉം 10ഉം ഈ 2 ദിവസവും നോൽക്കുക. അതോടൊപ്പം തന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ഇത് മുഹറം 10നെ ഉദ്ദേശിച്ച് മാത്രമല്ല, മറിച്ച് മൊത്തത്തിൽ മുഹറം മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കൽ ഖൈറാണ്. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള മാസമാണ്. അതുകൊണ്ട് എത്ര നോമ്പ് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും നല്ലത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനായി നോറ്റിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ റമളാൻ മാസം മാത്രമാണ് 30 ദിവസവും നോമ്പ് നോറ്റത് എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റമളാൻ അല്ലാത്ത ഒരു മാസവും അള്ളാഹുവിൻ്റെ റസൂൽ 30 ദിവസവും കണ്ടിന്യൂസ് ആയി നോമ്പ് നോറ്റിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നോറ്റത് ഷഅബാൻ മാസത്തിലാണെന്ന്. ഷഅബാൻ മാസത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഹറം മാസത്തിലാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നത്, മുഹറം മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് കുറയുകയും ഷഅബാനിൽ കൂടുകയും ചെയ്യാൻ കാരണം ഒരു പക്ഷേ മുഹറം മാസത്തിൻ്റെ ആ വലിയ ഫളായിലിനെ കുറിച്ചുള്ള വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലായിരിക്കാം അവതരിച്ചത്. അതുകൊണ്ടാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞതിനാൽ നമുക്ക് മുഹറം മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കാവുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏറ്റവും വലിയ ഹിജ്റ. അത് എല്ലാ മാസവും എല്ലാ ദിവസവും എല്ലാ പകലും എല്ലാ രാത്രിയിലും അങ്ങനെ തന്നെ. അതിൽ തന്നെ പവിത്രമായ ഈ 4 മാസങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ തെറ്റുകൾ വരാതിരിക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും. അതിൽ തന്നെ മുഹറം മാസത്തിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. ആ മാസത്തിൻ്റെ പേര് തന്നെ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. എന്നാൽ ഇതിനെ ശകുനത്തിൻ്റെ മാസമായി കാണുന്ന ചില ആളുകളുണ്ട്. മഅദല്ലാഹ്. എന്തുമാത്രം വലിയ ജഹാലത്തും ഖുറാഫാത്തുമാണത്. ഇത്രയും പവിത്രമായൊരു മാസത്തെ ഏറ്റവും മോശമായ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസമാക്കി, ദിവസങ്ങളാക്കി മുഹറം മാസത്തിലെ ദിവസത്തെ കാണുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ഖുറാഫാത്തും ജഹാലത്തുമാണത്. അതേപോലെ തന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് നോമ്പുവെച്ചത്, സന്തോഷിക്കാനുള്ള മാസം. എന്നാൽ വേറെ ചില ആളുകൾ മാറത്തടിച്ചും ആർത്തട്ടഹസിച്ച് കരഞ്ഞും കൊണ്ട് ദുഃഖാചരണത്തിൻ്റെ മാസമാക്കി ഇതിനെ മാറ്റി. നോക്കൂ നിങ്ങൾ, പിശാചി എത്ര തന്ത്രപരമായിട്ടാണ് ദുർബലരായ അറിവില്ലാത്ത ആളുകളെ വഴിതെറ്റിക്കുകയും നേരെ ഓപ്പോസിറ്റായ ആശയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ വഴിവഴിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. ഞാൻ 2 കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിവഴിച്ചു പോകൂല. അതൊന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ചെയ്യണം. ഇല്ലെങ്കിൽ പിശാച് അത്തരം ആളുകളെ വഴിപഴപ്പിച്ച് കൊണ്ടുപോകും. കാലഖീലകളിലും ഖുറാഫാത്തുകളിലേക്കും അവരെ വലിച്ചേർച്ച് കൊണ്ടുപോകും. അത്തരമൊരവസ്ഥയും നമുക്കുണ്ടാവാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.